സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാനൊരു യാത്ര പോയിരുന്നു. അപ്പോൾ യാത്രയിൽ കുറച്ച് ഇലസ്ട്രേഷൻസ് ഞാൻ ചെയ്തായിരുന്നു. നമ്മൾ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ രാമേന്ദ്രനുള്ള ആ തെച്ചിക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോണേ. അവിടെ അടുത്തൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷൻ്റെ കാറിൽ പോയപ്പോൾ ഞാൻ ചെയ്തൊരു ഇലസ്ട്രേഷനാണ്, ഒരു ബേർഡിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. ഭയങ്കര ക്യൂട്ടായിട്ടത് എനിക്ക് തോന്നി. ആക്ച്വലി ഇത് ലവ് ബേർഡാണോ എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു കിളിയുടെ ഒരു പടം എനിക്ക് ഇത് കിട്ടിയതാണ്. അപ്പോൾ എനിക്കത് വരയ്ക്കണം എന്ന് തോന്നി. ആദ്യം കളറും മൊത്തം സ്വാച്ച് ചെയ്തു. പതുക്കെ പതുക്കെയാണ് സ്വാച്ച് ചെയ്തത്. പിന്നെയാണ് ഷെയ്ഡുകൾ ആഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ബീക്ക്, കണ്ണ്, ഫെദർ. അപ്പോൾ ഫെദറാണ് ഇപ്പോൾ മഞ്ഞ, ആ ഫെദർ മുകളിലത്തെ ഹെഡിൻ്റെ ഫെദറാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. ആൻഡ് ദെൻ പച്ചയുടെ ആ ഫെദറും അതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി മെനി കളേഴ്സ് ആർ ദെയർ ഫോർ ദിസ് ബേർഡ്. ഈ ഒരു കുഞ്ഞു ബേർഡിന് എത്ര കളേഴ്സാണ് ഉള്ളത്. I was keeping on adding colors. So I was thinking how creative and how creation is, നേച്ചറിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു കുഞ്ഞു ബേർഡിന് എത്ര കളേഴ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ചന്തം ശരിക്കും ഡയറക്റ്റ് നമ്മൾ പോയി കാണുകയാണെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം അതിൻ്റെ സിമിലറായിട്ട് നമുക്ക് കണ്ണും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ചില ബ്രഷ് ഞാൻ എടുത്തു ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ബ്ലെൻഡ് ചില ഏരിയയിൽ. പിന്നെ അതൊരു ബ്രാഞ്ചിലാണ് അതിരിക്കണേ. അപ്പോൾ ആ ബ്രാഞ്ചിനും അതൊരു ഷെയ്ഡ് ഉണ്ട്, അതിനും ഒരു നമ്പർ ഓഫ് ഷെയ്ഡ് ഉണ്ട്. ആ ബ്രാഞ്ച് കളറ് ഇപ്പോൾ സൺലൈറ്റ് അടിക്കുമ്പോൾ അത് വേറെ കളറാണ്. അപ്പോൾ അതും എനിക്കത് ഗിമിക്ക് ചെയ്യണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഞാൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. അതിലൊരു ഗ്രേ പോലത്തെ ഒരു ഇഫക്റ്റാണ് കൊടുത്തേക്കണത്. ബട്ട് ദിസ് ഈസ് ഹൗ ദ ഫൈനൽ ഇലസ്ട്രേഷൻ ഈസ്. ഞാൻ ഇത്രയും ഒരു ആ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈക്ക് 1 hour എടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെയ്തെടുത്തതാണ് ഈ ഒരു ഇലസ്ട്രേഷൻ. അപ്പോൾ ദ കാർ വാസ് മൂവിങ്. പിന്നെ അത് കഴിഞ്ഞ് തെച്ചിക്കോട്ട് അമ്പലത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത്. അവിടെ ആരോ പറ വെച്ച് പോയതാണ്. ബട്ട് ആഫ്റ്റർ സം ഫ്യൂ മിനിറ്റ്സ് മെനി പീജിയൻസ് സ്റ്റാർട്ടഡ് കമ്മിങ് ആൻഡ് ഇറ്റ്സ് എ ഫീസ്റ്റ് ഫോർ ദം. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അവിടെ തന്നെ ഇരുന്ന് എനിക്കത് വരയ്ക്കണം എന്ന് തോന്നി. സോ ഐ സാറ്റ് ദെയർ ആൻഡ് ഐ ഡിഡ് എ ലൈവ് ഡ്രോയിങ്. മെനി പീപ്പിൾ വെ കമ്മിങ് പാസിങ് ബൈ, ബട്ട് it was Devi's abode. So I thought it's a good way to show your creation to Devi also. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് ഇത്. ആദ്യം പറയുടെ വരയ്ക്കുന്നതിന് മുന്നേ മുകളിലിരിക്കുന്ന കക്ഷിയെ വരയ്ക്കാം എന്ന് വിചാരിച്ചു. ഭയങ്കര ഡയറക്റ്റായിട്ട് മുകളിൽ വന്ന് ഇരുന്ന് കഴിക്കുന്ന പീജിയനാണ് ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിൽ തോന്നിയത്. ബിക്കോസ് നമ്മളെപ്പോഴും we follow leaders. So that person was the first pigeon to come and land on the para. ആ പറയിൽ ലാൻഡ് ഓൺ ചെയ്തപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ താഴെ വന്നിരുന്ന് കഴിക്കുക. അപ്പോൾ ശരിക്കും ഇതൊരു ലൈക്ക് യു ക്യാൻ ടേക്ക് ദിസ് ആസ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ വേണം, എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ളത് കാണിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. നേച്ചറിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാമല്ലോ. സോ ആക്ച്വലി അത് അമ്പലത്തിൽ നിന്നാണ് അത് ആ ഒരു കാഴ്ച കണ്ടത്. സോ ഇറ്റ്സ് ലൈക്ക് ദേവി ഷോയിങ് ദാറ്റ് ദിസ് ഇസ് ഹൗ എ ടീം വർക്ക് ഹാസ് ടു ബി, യുനോ. സോ ആ പറയൊക്കെ ഫുൾ അത് ഒരുവിധം പറ കഴിച്ച് മാക്സിമത്തിലേക്ക് എത്തിയപ്പോൾ 2 പിള്ളേർ വന്നിട്ട് അതങ്ങോട്ട് പറത്തി വിട്ടു. അവർ പോ എന്ന് പറഞ്ഞിട്ട് ആ പ്രാവുകളെ പറത്തി വിട്ടു. അപ്പം ഒരു ടെമ്പിൾ കഥ എന്നുള്ള രീതിയിൽ അതിനെ ഇലസ്ട്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ ഞാൻ എഴുതി. അപ്പോൾ ഇതൊരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയേ. ആൻഡ് പ്ലസ് യു ഗെറ്റ് എൻ നമ്പർ ഓഫ് തിങ്സ് ഫ്രം ടെമ്പിൾ. അത് കഴിഞ്ഞ് ഫങ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കുട്ടിയുടെ ഐനൂണാണ്. ഐനൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മാരേജിൻ്റെ മുന്നത്തെ നമ്മൾ നമ്പൂരിമാർക്ക് ഐനൂൺ എന്നാണ് പറയുക. അപ്പോൾ അതിനെ പറ വയ്ക്കുക ആൻഡ് അറ്റ് ദ സെയിം ടൈം 1000 തിരി ഇത് ഉണ്ടാക്കുക എന്ന് പറയും.
അപ്പം അത് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു വിഷ്വലാണ് നിങ്ങളിത് കണ്ടത്. അപ്പം എനിക്ക് തോന്നി അതൊന്ന് ഇല്ലസ്ട്രേഷൻ ചെയ്താലോ. അവിടെ സ്റ്റേജിൽ തന്നെ ഇരുന്ന് ഞാൻ ആ ഇല്ലസ്ട്രേഷൻ ചെയ്തു. സി wherever an illustrator or an observer, wherever they get that space to observe and do something, അതൊരു ഭയങ്കര ഭയങ്കര ഒരു സ്കില്ല് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനി ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഐ ലൈക്ക് ടു ഡു ഇറ്റ്. അപ്പോൾ ഞാനത് ചെയ്യാനും തുടങ്ങി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറ വരച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ആ കതിര് വരച്ചു. പിന്നെ വിളക്കും, പിന്നെ 1000 തിരി. 1000 തിരി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു ഫുൾ മുണ്ടെടുത്തിട്ട് അത് കീറി 1000 ഉണ്ടാവണം. അതാണ് അതിൻ്റെ ചടങ്ങ്. എന്നിട്ട് ഇത് അടുത്ത ദിവസം മാരേജിൻ്റെ സമയത്ത്, ക്രിയയുടെ സമയത്ത് അതിങ്ങനെ ഒഴിഞ്ഞിട്ട് കളയും. ആ ഒരു നെഗറ്റീവൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞ് നല്ല പോസിറ്റീവായിട്ട് മുന്നിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇല്ലസ്ട്രേഷൻ ചെയ്തപ്പം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു മൂഡി ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറ് കൊടുത്തു, പണ്ടത്തെ രീതിയിൽ. താഴെ റെഡ് കാർപ്പറ്റായിരുന്നു, ആക്ച്വലി റെഡ് സ്റ്റേജിൽ റെഡ് ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഗിമിക്ക് ചെയ്തു. അത് ഞാൻ പക്ഷെ ബ്ലെൻഡ് ചെയ്തു. ആൻഡ് ബാക്കിൽ എത്ര കണ്ടാലും എനിക്ക് ഷെയ്ഡ് കിട്ടണില്ല. അപ്പോൾ എനിക്ക് തോന്നി ഡാർക്ക് കളറ് ഇടാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു റിഫ്ലക്ഷൻ വന്ന മാതിരി സൈഡിൽ നിന്ന് യെല്ലോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പുതിയ തിങ്സ് ആർ കമ്മിങ്, ഓണം ഒക്കെ അല്ലേ വരുന്നത്. സോ ഫ്രീ തിങ്സ് ആർ കമ്മിങ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദോസ് ഓണം ഓഫേഴ്സ്. ഓണക്കോടി വിത്ത് ഉഷാസ് ക്രിയേറ്റീവ് സ്പേസ് ആണ് അതിൻ്റെ ഫുൾ ഒരു ഇതിൻ്റെ പേര്, ഇനീഷ്യേറ്റീവിൻ്റെ പേര്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഓൾസോ. So I hope you like this video. Thank you for joining me into this kutti illustration tutorial video.